തനിഷേ ബാലാമണി താത്ത അവർ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു മതസ്ഥർ എന്നെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഹിന്ദു മതസ്ഥരുടെ വീട്ടിൽ ഞാൻ കണ്ണനെ വരച്ചതിന് ശേഷമാണ് ഹിന്ദുക്കൾക്ക് വിളക്ക് വയ്ക്കാനുള്ള അവസരം ഒരുക്കി കൊടുത്തത് ഞാനാണ്. ഞാൻ കണ്ണനെ വരച്ചതിന് ശേഷമാണ് എന്നാണ് പറയുന്നത്. ഇവർ കണ്ണനെ വരയ്ക്കുന്നതിന് മുമ്പേ നമ്മുടെ വീട്ടിലെല്ലാം പന്തം കൊളുത്തി ആണല്ലോ പ്രാർത്ഥിച്ചുകൊണ്ടുള്ളത്. എൻ്റെ ജോണേട്ടാ, ഞാനിത് ഈ ബാലാമണി താത്തയെക്കുറിച്ചുള്ള വാർത്ത ഞാൻ കൊടുക്കുമ്പോൾ എല്ലാവരും എന്നെ തെറി പറഞ്ഞതാണ്. എല്ലാവരും പറഞ്ഞതാണ്. ഇപ്പം എല്ലാവർക്കും ഇവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് യഥാർത്ഥത്തിൽ. അപ്പം ഇവരെന്താണ് ഈ പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. അതല്ലേ നല്ലത്? ഇവർ പറഞ്ഞത് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് കണ്ണനെ വരച്ചോ എന്നുള്ളതാണ്. ഹിന്ദു മതസ്ഥർക്ക് വിളക്ക് കത്തിക്കാനുള്ള ഒരു അവസരം ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തു. അതിനാണ് ഈ ഹിന്ദു മതസ്ഥരെല്ലാരും കൂടി തിരിഞ്ഞ് എന്നെ കൊള്ള വരുന്നത്. അല്ലാതെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ ഇത്രേ ചെയ്തുള്ളൂ എന്നാണ് അവർ പറയുന്നത്. അവർ പറയുന്നതിൽ ആ ഭാഷ കണ്ടോ? ഹിന്ദു മതസ്ഥരെല്ലാവരും കൂടെ എനിക്കെതിരെ തിരിഞ്ഞു വരുന്നത് എന്നാണ് അവർ പറയുന്നത്. സംഭവം അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളെല്ലാം പാളിപ്പോയി. അവരുടെ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മുഴുവൻ പാളിപ്പോയി. അവരുടെ ചിത്രങ്ങൾ ഇപ്പോൾ വിൽപ്പന കുറഞ്ഞു. അവർക്കിനി ആകപ്പാടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം മാത്രമേ ഉള്ളൂ എന്നുള്ളത്. ഒരു ചിത്രത്തിന് അവർ എത്ര രൂപ വാങ്ങിക്കുന്നത്? ഒരു ചിത്രത്തിന് അവർ 5000 ആണെന്നാണ് എൻ്റെ ഒരു അറിവ്. ആദ്യം 750 പിന്നെ മാർക്കറ്റ് കയറി വന്നതിനെ തുടർന്ന് 5000 രൂപയടക്കം അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ബൾക്കായിട്ടൊക്കെയാണ് ഇവിടെയുള്ള RSSകാരടക്കം ഇവർക്ക് ചിത്രങ്ങൾ കൊടുത്തിരുന്നത്. RSSകാർ ഇവിടെ നമ്മുടെ നാട്ടിൽ മുട്ടിലഴഞ്ഞ് ജീവിക്കുന്ന ഹിന്ദുക്കളുണ്ട്. മുട്ടിലഴഞ്ഞ് ജീവിക്കുന്ന ഹിന്ദുക്കൾ, മനസ്സിലായില്ലേ? ആ ഹിന്ദുക്കളായിട്ടുള്ള ആൾക്കാർ കൃഷ്ണന്റെ ചിത്രം വരയ്ക്കുന്നുണ്ട്. അവർക്കല്ല ഓർഡർ, ഇവർക്കാണ് ഓർഡർ. ആ ഹിന്ദുക്കൾ ഒരു നേരത്തെ ഭക്ഷണത്തിനായി ജീവിതത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടിക്കാനായിട്ട് പെടാപ്പാട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്കല്ല ഓർഡർ, ഇവർക്കാണ് ഓർഡർ. ഇവർ ചിത്രം, ഞാൻ അന്നേ പറഞ്ഞല്ലോ, ഇവർ ചിത്രം വരയ്ക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല. ചിത്രം വരച്ചോട്ടെ, അവരുടെ അവകാശമാണത്. അവർ കൃഷ്ണനെ വരയ്ക്കുന്നെങ്കിൽ വരച്ചോട്ടെ, അത് ഏത് രീതിയിൽ വേണമെങ്കിലും വരച്ചോട്ടെ. കാർട്ടൂണോ അക്കർലിക്കോ അല്ലെങ്കിൽ പെൻസിൽ ഡ്രോയിങ്ങോ എന്ത് വേണമെങ്കിലും വരച്ചോട്ടെ, അവർ വരച്ചോട്ടെ. അത് വരച്ചു കഴിഞ്ഞ് അവരത് വെച്ച് വിലപേശരുത്. പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെ നേരെ വന്ന് വിലപേശരുത്. കുറച്ചുകൂടെ ഒരു കടുപ്പിച്ച് പറയുകയാണെങ്കിൽ ഹിന്ദുവിൻ്റെ തന്തയാവാൻ വരരുതെന്ന് പറയും നമ്മൾ. ഹിന്ദുവിൻ്റെ തന്തയാവരുത്, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമായിരിക്കും. അപ്പോൾ ജസ്ന എന്ന് പറയുന്ന സ്ത്രീ ആദ്യം ഈ ചിത്രങ്ങൾ വരച്ചിട്ട് പിന്നെ അവർ വലിയ ഫേമസ് ആയി. പിന്നെ അവരെ കുറിച്ചുള്ള വെളിപ്പെടുത്തലൊക്കെ പുറത്തു വന്നല്ലോ. അങ്ങനെ പുറത്തു വന്ന ശേഷം ഇവരുടെ മാർക്കറ്റൊക്കെ ഇടിഞ്ഞു. അതിനുശേഷമാണ് ഇവരുടെ ഓരോ ചെയ്തികളായിട്ട് പുറത്തു വരുന്നതും നമ്മളൊക്കെ നിരീക്ഷിച്ച് തുടങ്ങുന്നത്. അപ്പോൾ അതിലവർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, അമ്പലനടയിൽ നിന്ന് കേക്ക് മുറിച്ചു. മുട്ട കലർന്ന കേക്ക് ഉണ്ടല്ലോ, ആ കേക്ക് അമ്പലനടയിൽ നിന്ന് മുറിച്ചാണ് ഇവരുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. കൂടെ ഒരു കേട്ട് വാണാല് കൂടെ ഉണ്ട്. അവൻ ആരെന്ന് എനിക്ക് ഇതുവരെ പിടികിട്ടിയിട്ടില്ല. അവനെ പൊട്ടും പൊടിയും ഞാൻ അന്വേഷിച്ചും പോകുന്നില്ല. ഒരുത്തൻ കൂടെ ഉണ്ട്. അവൻ കൂടെ വന്ന് കേക്ക് മുറിച്ച് ആഘോഷിക്കുകയാണ്. കേക്ക് മുറിച്ച് ആഘോഷിക്കുന്നത് മാത്രമല്ല ഈ ജസ്ന അവിടെ ചുറ്റും കൂടി നിൽക്കുന്ന ഭക്തരെ എല്ലാം തൻ്റെ ചുറ്റും ചേർത്ത് നിർത്തിയിട്ട് അവരുടെ വായിലേക്ക് ഈ കേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെയും ചെയ്യുന്നുണ്ട്. അതൊരു വലിയൊരു വിഷയമാണ്. കാരണം ഭഗവാൻ ഇരിക്കുന്ന ആ നടപ്പന്തൽ, ആ വേദിയുടെ ഫ്രണ്ടിൽ നിന്ന് മുട്ട കലർന്നൊരു കേക്ക് മുറിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിനുശേഷം ഇപ്പോൾ ഇവർ പറയുകയാണ്, ഹിന്ദുക്കൾ എല്ലാവരും എനിക്ക് നേരെ തിരിഞ്ഞിരിക്കുകയാണ് എന്ന് പറയുകയാണ്. പിന്നെ പോരാത്തതിന് കൃഷ്ണാഷ്ടമി കുളമാക്കാൻ ഇവർ രംഗത്തെത്തിയത് നമ്മൾ കണ്ടതാണ്. ഗുരുവായൂർ ആ സമയത്ത് ഇവരുടെ ഈ പിറ്റിയായിട്ടുള്ള അലിഗേഷൻസിൻ്റെയൊക്കെ ഒത്തുതീർപ്പാക്കാനുള്ള സ്ഥലമല്ല ഈ ഗുരുവായൂർ അമ്പലം നട എന്ന് പറയുന്നത്. അത് ഒത്തുതീർപ്പാക്കണമെങ്കിൽ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകും. എന്താ പോലീസ് സ്റ്റേഷനിൽ പോകത്തെ? എത്രയധികം ആരോപണങ്ങൾ വന്നു. പോലീസ് സ്റ്റേഷനിൽ പോകും, പരാതി കൊടുക്കൂ. അപ്പോഴേക്കും വന്ന് കരഞ്ഞുകൊണ്ട് പറയുന്നത് ആരോപണങ്ങളൊക്കെ ശരിയാണ്, പക്ഷെ എൻ്റെ സാഹചര്യം അങ്ങനെയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു. ഭർത്താവിനോട് പറഞ്ഞില്ലേ ഈ കാര്യങ്ങൾ? പറഞ്ഞില്ല. എന്താ പറയാത്തെ? ഭർത്താവിനോട് പറഞ്ഞില്ല. അല്ല, ഇതിപ്പോ ഭർത്താവ് കേൾക്കുകയല്ലേ? എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ. അങ്ങനെയാണ് ഇങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ആത്മഹത്യാ നാടകം പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ആത്മഹത്യ. ഞാനിപ്പോൾ ആത്മഹത്യ ചെയ്യും കേട്ടോ. ഒന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞിട്ട് ഒരു ആത്മഹത്യാ നാടകം, പാരസെറ്റമോൾ ഗുളി. ഈ ആത്മഹത്യ നാടകം കളിക്കുന്നത് നമുക്കിത് ഡിജിറ്റൽ യുഗമല്ലേ, ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ജോണേട്ടൻ ഒരു ആത്മഹത്യാ നാടകം കളിക്കണോ? വളരെ ഈസിയാണ്. 2 പാരസെറ്റമോൾ എടുത്ത് കഴിക്കുക. 2 പാരസെറ്റമോൾ. ഇത് ആരും അനുകരിക്കില്ല കേട്ടോ. ആദ്യം തന്നെ സ്റ്റാറ്റ്യൂച്ചറി വാണി, ആരും അനുകരിക്കില്ല. 2 പാരസെറ്റമോൾ എടുത്ത് കഴിക്കുക. പാരസെറ്റമോൾ എടുത്ത് കഴിച്ചിട്ട്, ഈ പാരസെറ്റമോളിന് ഒരു പ്രത്യേകതയുണ്ട്.
പാരസിറ്റമോൾ 2 കഴിച്ചാലും പ്രശ്നങ്ങളുണ്ടാവും, എങ്കിലും ശരീരം ഒന്ന് പിടിച്ചു നിൽക്കും. ഒരു 5 കഴിച്ചു കഴിഞ്ഞാൽ ഈ പാരസിറ്റമോളിന്റെ പ്രത്യേകത ഇതിന്റെ കിഡ്നിയാണ് ഇത് ഡാമേജ് ആക്കുന്നത്. കിഡ്നി ഡാമേജ് ആക്കുന്ന ഈ പാരസിറ്റമോൾ ഒരു 78 മണിക്കൂറിന് ശേഷം മാത്രമേ ആ ഒരു ലക്ഷണങ്ങൾ നമുക്ക് കാണിച്ചോളൂ. അതുവരെ നമുക്ക് സമയമുണ്ട്. കാരണം ഈ പാരസിറ്റമോൾ നമ്മൾ കഴിക്കുമ്പോൾ കിഡ്നിയും ലിവറുമാണ് പ്രധാനമായിട്ട് ഡാമേജ് ആകുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ കഴിച്ച് 78 മണിക്കൂർ വരെ നമുക്ക് സമയമുണ്ട്. ഒരു 5 കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് 78 മണിക്കൂർ വരെ സമയമുണ്ട്. അപ്പോൾ 2 കഴിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. എന്നിട്ട് നേരെ ചെന്ന് ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ ഡോക്ടറോട് പറയുക, ഞാനിങ്ങനെ കഴിച്ചു എന്ന് പറയുക. അപ്പോൾ ഡോക്ടർ ചോദിക്കും എത്ര എണ്ണം കഴിച്ചു, ഓർമ്മയില്ല, ഞാൻ ആ ഒരു വികാര വിക്ഷോഭത്തിൽ ഒരുപാട് കഴിച്ചു എന്ന് പറയും. അപ്പോൾ ഡോക്ടർ പറയും ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം, വയറൊന്ന് കഴുകാം, ഒന്ന് ഒബ്സർവേഷനിലിടാം എന്ന് പറയും. അപ്പോൾ എന്താണ്, ഡോക്ടർക്കും അറിയില്ല, ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാം എന്ന് പറയും. ബ്ലഡ് ചെക്ക് ചെയ്യും, ബ്ലഡിൽ ഇതിൻ്റെ എന്തെങ്കിലും ബ്ലഡ് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു 24 മണിക്കൂർ ഒബ്സർവേഷൻ, ഇത്രയേ ഉള്ളൂ. 24 മണിക്കൂർ ഒബ്സർവേഷനിൽ കിടക്കുക. ഇതാണ് അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന് പറയുന്ന ഈ സംഭവം. ഞാനൊരിക്കൽ എനിക്കെന്തോ പനിയോ എന്തോ ആയിട്ട്, ഞാനിത് മനസ്സിലാക്കിയത് പനിയോ എന്തോ ആയിട്ട് ഞാനാണെങ്കിൽ രാത്രി ഇവിടെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള കോട്ടയ്ക്കകം ആശുപത്രിയിൽ പോയി. ആശുപത്രിയിൽ പോയപ്പോൾ ഞാനിവിടെ നിൽക്കുന്നു, അടുത്ത ഞാനാണ് കയറേണ്ടത്. അവിടെ ഭയങ്കര അതിഭീകരമായിട്ടുള്ള തിരക്കാണ്. അപ്പോൾ ഞാൻ അടുത്ത കയറണം. അപ്പോൾ നമ്മൾ ഈ ഗവൺമെൻറ് ആശുപത്രി അറിയാമല്ലോ, അങ്ങനെ പോയി നിൽക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത ഉണ്ടാവും. ഇല്ലാത്ത അസുഖങ്ങൾ വല്ലതും വരുമെന്ന് മനസ്സിലൊരു പേടിയുണ്ട്, മാസ്കൊക്കെ വെച്ചാൽ നിൽക്കുന്നത്. പെട്ടെന്ന് എവിടെ നിന്നില്ലാതെ ഒരാൾ കയറി വന്നു, മദ്യപിച്ചിട്ടുണ്ട് അയാൾ. അപ്പോൾ ഡോക്ടർ അയാളെ, 1 മിനിറ്റ് സഹോദര, ഇയാൾ വിഷം കഴിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ബാക്കിൽ നിൽക്കുകയാണ്, അതുകൊണ്ട് എനിക്ക് ക്ലിയർ ആയിട്ട് കാണാം, കാഷ്വാലിറ്റിയാണ്. അപ്പോൾ അയാൾ അവിടെ ഇരുത്തി. ഡോക്ടർ ചോദിക്കുന്നത് എന്താ കഴിച്ചത്? മദ്യപിച്ചിട്ടുണ്ട് പുള്ളി. ശരി. അപ്പോൾ മദ്യപിച്ചിരിക്കുന്ന പുള്ളി എന്തോ എടുത്ത് കുടിച്ചു, എന്താണെന്ന് അറിയില്ല, ഓർമ്മയില്ല. മദ്യപാനത്തിൽ അയാൾ മദ്യമാണെന്ന് വിചാരിച്ച് എന്തോ മരുന്നെടുത്ത് കഴിച്ചു. അയാൾ കുട്ടിയുടെ മരുന്നായിരിക്കാം, ചിലപ്പോൾ കഫ് സിറപ്പ് ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആയിരിക്കാം, അയാൾക്ക് ഓർമ്മയില്ല. അപ്പോൾ ഉടനെ ഡോക്ടർ ഇങ്ങനെ പേനയൊക്കെ താഴെയിട്ട് ഈ കേസ് ഞാൻ എടുക്കില്ല, നേരെ ജനറൽ ആശുപത്രിയിലോട്ട് വിടുന്നു പറഞ്ഞു. ഇത് ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അയ്യോ ഡോക്ടർ അങ്ങനെ പറയരുത്, ഓർമ്മയില്ല. കാരണം ആ കുപ്പിയുടെ മുകളിൽ കൊച്ചു കുട്ടികൾ ഉപയോഗിക്കുന്ന എന്തോ കുപ്പിയാണ്, അതിൻ്റെ മുകളിലുള്ള ഇതൊക്കെ അവർ ചുരണ്ടികളൊക്കെ അങ്ങ് കളഞ്ഞു. അതുകൊണ്ട് കുപ്പിയിൽ അത് എഴുതിയിട്ടില്ല, എന്തോ സംഭവം കഴിച്ചു. കൂടെ മദ്യപിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയാണല്ലോ മദ്യപിക്കുന്നത്. അപ്പോൾ അയാൾക്ക് ഭയമായിപ്പോയി, അയ്യോ നീ ഇവൻ എന്താ വല്ല മറ്റേ ഈ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു പ്രധാന പ്രവണതയാണ് ഈ ടർപ്പണൊക്കെ എടുത്ത് കുടിച്ചു കളയും, അറിയാമല്ലോ, ഈ അതൊക്കെ എടുത്ത് കുടിച്ചു കളയും. അപ്പോൾ അങ്ങനെ വല്ലതും ആണോ എന്നുള്ള ഭയം കാരണം വന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് പറ്റില്ല, ഇത് നിങ്ങൾ നോക്കുക. അപ്പോൾ ഉടനെ അയാൾ പറഞ്ഞു ഇല്ല ഡോക്ടർ, അതെന്തോ ഒരു മരുന്നാണ്, എനിക്ക് ഓർമ്മയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ ഉടനെ പറഞ്ഞു എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂ, എന്നിട്ട് ഒരു 24 മണിക്കൂർ നിങ്ങൾ ഒബ്സർവേഷൻ ഉണ്ട്, എത്രയും പെട്ടെന്ന് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഒബ്സർവേഷനിലിടാം 24 മണി, ഇത്രയും ഒരു ഡോക്ടറെ കൊണ്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് പറയണം നമ്മൾ എന്താണ് കഴിച്ചത്. അത്രയും ഗുരുതരാവസ്ഥ എലിവിഷമാണ് കഴിച്ചതെങ്കിൽ ഉടനെ പോയി വയറ് കഴുകും. ഈ എലിവിഷം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നത് മഞ്ഞപ്പിത്തം വന്നാണ് മരിക്കുന്നത്. മഞ്ഞപ്പിത്തം വന്നാണ് മരിക്കുന്നത്, ഹെപ്പറ്റൈറ്റിസ് വന്നാണ് മരിക്കുന്നത്, എലിവിഷമാണ് കഴിച്ചെങ്കിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡോക്ടർ ഇതും ഒരു 78 മണിക്കൂറിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. എലിവിഷമാണ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ 78 മണിക്കൂറിൽ അത് ചില ആൾക്കാർ എലിവിഷം കഴിച്ചു കഴിഞ്ഞ് ഈ ആത്മഹത്യ എനിക്കിപ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞ് എലിവിഷം എടുത്ത് കഴിക്കും. എന്നിട്ട് അവർ ഒരു 24 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും അവർക്കൊന്നും സംഭവിച്ചില്ല, ഞാൻ വീണ്ടും ജീവനോടെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് എഴുന്നേറ്റിരിക്കും. പക്ഷേ യഥാർത്ഥത്തിൽ 78 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇതിന്റെ കാണിച്ചു തുടങ്ങുന്നത്. സൈനൈഡ് പോലെ ഒറ്റ അടിക്കൊന്നും മരിക്കില്ല. ഞാൻ വീണ്ടും പറയുന്നത് ഇതൊന്നും അനുകരിക്കില്ല. അപ്പൊ അങ്ങനെയാണ് ബാലാമണി താത്തയുടെയൊക്കെ അല്ല മാസ്റ്റർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ താത്ത ഇപ്പോ ഹിന്ദുവിന്റെ തന്തയാവാൻ വന്നിരിക്കുകയാണ്. ഞാൻ കൃഷ്ണന്റെ ചിത്രം വരച്ചത് കൊണ്ടാണ് ഹിന്ദുക്കൾ വീട്ടിൽ വിളക്ക് കൊളുത്താനുള്ള അവസരം ഉണ്ടായത് എന്നാണ് ബാലാമണി താത്ത പറയുന്നത്. അല്ല, അതിന് ഇവർക്കൊരു യോഗ്യതയില്ല. ഇവരൊരു സംഭവം മാർക്കറ്റ് ചെയ്യും. ഞാൻ നേരത്തെ പറഞ്ഞു ഒരു കലാകാരിയാണ്, അവരൊരു കലാകാരിയാണ്. ആ രീതിയിൽ നമുക്ക് അവരെ ഡീൽ ചെയ്യാം. അപ്പോൾ ആ കലാകാരിയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂ, ഈ കൃഷ്ണന്റെ ചിത്രം മാത്രമല്ല വേറെ ചിത്രങ്ങൾ വരയ്ക്കൂ. നിങ്ങൾ തന്നെ പറയുന്നു നിങ്ങൾക്ക് കൃഷ്ണന്റെ എന്താണ് അഭൂതപൂർവമായിട്ടുള്ള കടാക്ഷമുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ വേറെ ചിത്രങ്ങൾ വരയ്ക്കൂ. ഒരേ ടൈപ്പ് ചിത്രങ്ങൾ, അതിൻ്റെ മെഷർമെന്റ്സ് മീറ്ററുകളും വരെ കറക്റ്റാണ്, അത് വരയ്ക്കുന്നു. നിങ്ങൾ വേറെ ചിത്രങ്ങൾ വരയ്ക്കൂ. ഭഗവാൻ കൃഷ്ണന്റെ വേറെ എത്രയോ ചിത്രങ്ങളുണ്ട്. ഈ ഉണ്ണിക്കണ്ണൻ്റെ അല്ലാതെ, കണ്ണൻ വെണ്ണ തിന്നുന്ന ചിത്രമല്ലാതെ, നമ്മുടെ ഓടക്കുഴൽ അല്ല നമ്മുടെ ഈ ഉരലുണ്ടല്ലോ, അതിൽ കൃഷ്ണന്റെ യശോദാമ്മ കെട്ടിയിട്ട പടങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ചിത്രങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വരയ്ക്കൂ. അത് ഒരുപാട് ചിത്രങ്ങളുണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ വരയ്ക്കൂ. എല്ലാം വരയ്ക്കൂ. എല്ലാം വരച്ച് നിങ്ങൾ ഫ്ലറിഷ് ചെയ്യൂ. ആ സന്തോഷം മാത്രമേ ഉള്ളൂ. മറിച്ച് നിങ്ങൾ ഈ ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ
കാണിക്കുന്നത് ഒട്ടും അംഗീകരിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമല്ല. അപ്പം ഞാൻ പോരാത്തതിന് ഇതിന് ഇതിൻ്റെ ഒരു നിയമവശം കൂടെ ഞാൻ പറയാം. കേരള ഹിന്ദു പ്ലേസസ് ഓഫ് പബ്ലിക് വർഷിപ്പ് ഓതറൈസേഷൻ ഓഫ് എൻട്രി റൂൾസ് പ്രകാരം ഈ നിയമപ്രകാരം അഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾക്കാർ പൊതുക്ഷേത്രങ്ങളിൽ പ്രവേശിക്കുന്നത് ഈ നിയമപ്രകാരം വിലക്കിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിയമപ്രകാരം അഹിന്ദുക്കൾക്ക് ക്ഷേത്രത്തിൽ പ്രവേശനമില്ല. പക്ഷെ അങ്ങനെയാണെങ്കിലും നമ്മളെന്താ ഈ അഹിന്ദുക്കൾ എന്ന് പറയുന്നത് ആരാണ്? അതിനൊരു നിർവചനമില്ല. ഇതിൻ്റെ ഇതുണ്ടെങ്കിൽ ഇപ്പോൾ ജോണേട്ടൻ എന്ന് പറയുന്ന ആൾ ഒരു അഹിന്ദു ആണെന്ന് എങ്ങനെ ഞാൻ തെളിയിക്കും? ഞാനൊരു ഹിന്ദുവാണ്, നിങ്ങളൊരു അഹിന്ദു ആണെന്ന് എങ്ങനെ തെളിയിക്കും? ഇപ്പോൾ ക്രിസ്ത്യാനി ആണെങ്കിൽ ക്രിസ്ത്യാനിക്ക് ഇതുണ്ട്, ജ്ഞാനസ്നാനം, അങ്ങനെയുണ്ട്. അത് ചെയ്താൽ നിങ്ങൾ ക്രിസ്ത്യാനിയാവും, ഇല്ലേ? നിങ്ങൾ ജനിച്ചു, നിങ്ങൾ ജ്ഞാനസ്നാനം ചെയ്തു, അത് ചെയ്താൽ നിങ്ങൾ ക്രിസ്ത്യാനിയാവും, അതുവരെ നിങ്ങൾ ഹിന്ദുവാണ്. എങ്കിൽ ക്രിസ്ത്യാനിയാവും. അപ്പം ഇസ്ലാമിൽ ജനിക്കുന്ന ആളാണെങ്കിലും അവരുടേതായിട്ടുള്ള ഇസ്ലാമിലോട്ടുള്ള പ്രവേശനമുണ്ട്. അപ്പം നിങ്ങൾ ജനിക്കുന്ന ഭാരതഭൂമിയിലാണ്. അപ്പം അതുപോലെ ഞാനിപ്പോൾ ഒരു ഹിന്ദുവായിട്ട് ജനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഹിന്ദുവാണ് എന്ന് ഞാൻ വിശ്വസിച്ചാൽ മാത്രം മതി. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഹിന്ദു മതത്തിലേക്ക് കടക്കാനായിട്ടൊരു സംഭവമൊന്നുമില്ല. ഇപ്പം ചില ആൾക്കാർ പറയും ഈ നൂലുകെട്ടൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അതിൻ്റെ ഒരു ഇതാണല്ലോ, ചോറൂണുണ്ടല്ലോ, അതൊന്നും അല്ല. നൂലൊക്കെ കെട്ടുന്നതിൻ്റെ ക്രിസ്ത്യാനികളും ചെയ്യുന്നുണ്ട്. നൂലുകെട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ചിൻ്റെ അരയിടുക്കൊന്ന് ഒതുങ്ങി വരാനാണ് നൂല് കെട്ടുന്നത്. അല്ലാതെ അത് ഹിന്ദു മതത്തിലേക്കുള്ള ഒരു പ്രവേശനം, ഹിന്ദു എന്ന് പറഞ്ഞ മതമേ ഇല്ല യഥാർത്ഥത്തിൽ, ഒരു സനാതന സംസ്കാരം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹിന്ദുയിസത്തിലോട്ടൊരു പ്രവേശനമില്ല. അപ്പോൾ നിങ്ങൾ ഈ നിയമപ്രകാരം ഇപ്പം നിങ്ങളൊരു ക്ഷേത്രത്തിൽ ചെല്ലുകയാണ്, ക്ഷേത്രത്തിൽ ചെന്നിട്ട് ഞാൻ ഹിന്ദു ആണ് എന്ന് എഴുതി കൊടുത്താൽ മാത്രം മതി. ഒരു സത്യവാങ്മൂലം എഴുതി ഞാൻ ഹിന്ദു ആണ് എന്ന് എഴുതി കൊടുത്താൽ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ കയറ്റാം. അങ്ങനെയും ഉണ്ട്. കാരണം ഹിന്ദുവിന് നിർവചനമില്ല, അഹിന്ദു ആരാണ് നിർവചനമില്ല, വിശ്വസിച്ചാൽ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ ആ പേരും പറഞ്ഞ് പല ക്ഷേത്രങ്ങളിൽ പക്ഷേ സ്ട്രിക്റ്റായിട്ട് ഈ നിയമം അനുവർത്തിക്കുന്ന ക്ഷേത്രം ഗുരുവായൂർ, നമ്മുടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം. പിന്നെ അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റി റീസൺസും. തിരുവല്ലയിൽ ഒരു ക്ഷേത്രമുണ്ട്, ഞാൻ പോയി അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്, കയറാൻ പാടില്ല. അതിൻ്റെതായിട്ടുള്ള സെക്യൂരിറ്റി റീസൺസും പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അടക്കമുണ്ട് എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റി റീസൺസ് കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു നിയമമുണ്ട്. ഈ നിയമത്തിൽ ക്ഷേത്രം എന്ന് പറഞ്ഞ് നിർവചിച്ചിരിക്കുന്ന ക്ഷേത്രം മാത്രമല്ല, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥലങ്ങളും, ക്ഷേത്രഭൂമി, പരിസരം എല്ലാം ഉണ്ട്. അപ്പോൾ അത് നടപ്പന്തൽ ഉൾപ്പെടെ വരും. പോരാത്തതിന് ഈ ക്ഷേത്രം നടപ്പന്തലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉത്സവത്തിനും പള്ളിവേട്ടയ്ക്കും പുറത്ത് എഴുന്നള്ളി വരുന്നത് ഈ നടപ്പന്തലിലൂടെയാണ്. അവിടെയാണ് ഈ മുട്ട കലർന്ന കേക്കുമായിട്ട് ഈ സ്ത്രീ വന്ന് കോപ്രായങ്ങൾ കാണിക്കുന്നത്. അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല, ഒരു തരത്തിലും അംഗീകരിച്ച് കൊടുക്കാൻ സാധിക്കില്ല. മാന്യമായിട്ട് ആണ് നിങ്ങൾ നിന്നിരുന്നതെങ്കിൽ ഓക്കെ, ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇവിടെ ആരെ ഇതൊക്കെ ശ്രദ്ധിക്കാനുള്ളത്? ഹിന്ദുക്കൾക്കിടയിൽ ഇപ്പോൾ ഹിന്ദുക്കൾക്കിടയിൽ ഒരു മറ്റ് മതസ്ഥരോ ആരെങ്കിലും വന്ന് എന്തെങ്കിലും ഒരു കച്ചവടം നടത്തുകയോ ആരും ശ്രദ്ധിക്കുക പോലുമില്ല. ചിലപ്പോൾ ബാക്കിയുള്ള സെമറ്റിക് മതങ്ങൾക്കിടയിലാണെങ്കിൽ അവരുടെ ഒരു കച്ചവട ശൃംഖലയുണ്ട്. അതിൻ്റെ ഇടയിലേക്ക് വേറൊരാൾ വരുമ്പോൾ അവരൊന്ന് ശ്രദ്ധിക്കും, അത് അവൻ ആരാ, നമ്മുടെ ആളാണ് എന്നൊരു നമ്മളങ്ങനെ ശ്രദ്ധിക്കുക പോലുമില്ല. നമ്മൾ പോയി മേടിക്കത്തേ ഉള്ളൂ, ഇല്ലേ? അത് ശ്രദ്ധിക്കുക പോലുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതില്ല. അപ്പം നിങ്ങൾക്ക് മാന്യമായി വന്ന് മാന്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ ഓക്കെ. പക്ഷേ ഹിന്ദുവിനെ വെല്ലുവിളിക്കുകയാണ് ഇവർ ചെയ്യുന്നത്, നിരന്തരം വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ കാര്യം നടപ്പില്ല എന്നുള്ളത് ബാലാമണി താത്ത ഇനി കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ബാലാമണി താത്തയ്ക്ക് അതിൻ്റെ സ്കോപ്പ് ഇവിടെ അവസാനിച്ചു, അത് മനസ്സിലായി കഴിഞ്ഞു എല്ലാവർക്കും. അതുകൊണ്ട് ബാലാമണി താത്ത ഇങ്ങനെയുള്ള വെല്ലുവിളികളുമായിട്ട് ദയവ് ചെയ്ത് വരരുത്. നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഇവിടെ ആരും എതിർപ്പ് പറയുന്നില്ല. പക്ഷേ നിങ്ങൾ നാഴികയ്ക്ക് 40 വട്ടം നിങ്ങൾ തന്നെ പറയുന്നത് കണ്ണനെ വരയ്ക്കുന്നത് കൊണ്ടാണ് എനിക്ക് സംഭവിച്ചത്, കണ്ണനെ വരയ്ക്കുന്ന, അങ്ങനെയാണെങ്കിൽ വരയ്ക്കണ്ടെന്നേ. കണ്ണനെ വരയ്ക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് സംഭവിക്കുന്നതെങ്കിൽ നിങ്ങൾ വരയ്ക്കണ്ട. നിങ്ങൾ എന്തിനാണ് നാഴികയ്ക്ക് 40 വട്ടം കൃഷ്ണനെ എങ്ങനെ അപമാനിച്ചുകൊണ്ടിരിക്കുന്നത്? കണ്ണനെ വരയ്ക്കുന്നത് കൊണ്ടാണ് കണ്ണനെ വരയ്ക്കുന്നത്. നിങ്ങൾ വരയ്ക്കണ്ട, കണ്ണനെ വരയ്ക്കണ്ട. പ്രശ്നം തീർന്നല്ലോ. പോരാത്തതിന് ഞാനൊരു കാര്യം പറയാം. ഇവർ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരുടെ മതത്തിൽ നിന്ന് കണ്ണനെ വരയ്ക്കുന്നത് കൊണ്ടാണ് എനിക്ക് അവിടെ ഇതേ ടെക്നിക്കായിരുന്നു. ഇവരുടെ മതത്തിലെ ഉസ്താദ് മക്കളെ അടിക്കുന്നു, മദ്രസയെ പറഞ്ഞു വിടാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവർക്ക് മക്കളെ മതം പഠിപ്പിക്കണം, ഇവർക്ക് ആ മതം അനുശാസിച്ച് ജീവിക്കണം, തലയിൽ തട്ടമിട്ടുകൊണ്ട് നടക്കണം. പക്ഷേ ഇവർക്ക് ഇപ്പുറത്ത് ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയും വേണം. അത് രണ്ടും നടപ്പില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ എന്തിനാ അത്ര കഷ്ടപ്പെടുന്നത്? മദ്രസയിൽ ഉസ്താദ് അടിക്കുന്നെങ്കിൽ മതം മാറണമേ, മാറി ഇങ്ങോട്ടേക്ക് വരണം. ഇവിടെ നിങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമല്ലേ, അല്ലേ? പൂർണ്ണ സ്വാതന്ത്ര്യം. നിങ്ങൾക്ക് കൃഷ്ണഭക്തയാണ്, കൃഷ്ണൻ കടാക്ഷിച്ച യുവതിയാണ്. കാലിൻ്റെ അടിയിൽ ഒരു ദിവസം എഴുന്നേറ്റപ്പോൾ നീല നിറം കണ്ടു. കൃഷ്ണൻ്റെ ആ ഒരു കടാക്ഷം കൊണ്ട് നിങ്ങൾക്ക് ഓടക്കുഴൽ വായിക്കാൻ പറ്റി. പോരാത്തതിന് കൃഷ്ണനെ വരച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്ത്രീ എന്തിനാ അവിടെ നിൽക്കുന്നു? നിങ്ങൾ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങൾ അകത്തേക്ക് കയറൂ, ഭഗവാനെ കാണൂ, ഭഗവാന് സേവ ചെയ്യൂ, ഭഗവത്ഗീതയടക്കം പഠിച്ച് പ്രചരിപ്പിക്കൂ. ഭഗവാൻ ഇതിലും കൂടുതൽ താല്പര്യം അതിലോട്ടായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം.